റൊട്രൂവ ട്രിപ്പിൻ്റെ ഡേ 2 വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ എയർബിഎൻബിയിലെ രാവിലത്തെ വ്യൂ ആണ്. അങ്ങനെ എയർബിഎൻബിയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് രാവിലെ ഇറങ്ങിയത് കൈറാവു പാർക്കിലേക്കാണ്. റൊട്രൂവ സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാർക്ക്. റൊട്രൂവയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ജിയോ തെർമൽ ആക്ടിവിറ്റി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. റൊട്രൂവ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം റൊട്രൂവേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൾഫറിൻ്റെ സ്മെല്ലാണ് വരുന്നത്. അതായത് റോട്ടൻ എഗ്ഗിൻ്റെ സ്മെല്ലാണ് നമുക്ക് കിട്ടുക. നമ്മൾ റൊട്രൂവ വന്നേക്കുന്നത് ഓട്ടം സീസണിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഇലകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നത് പബ്ലിക്കിനായിട്ട് ഫ്രീ ആയിട്ട് വെച്ചേക്കുന്ന തെർമൽ ഫുഡ് ബാത്താണ്. ഈ പാർക്ക് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു മെയിൻ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ ജിയോ തെർമൽ ആക്ടിവിറ്റീസ് എല്ലാം കാണാനായിട്ട്. ചെറിയ ചെറിയ ഇറപ്ഷൻസ് ഈ കോറി പാർക്കിൽ എപ്പോഴും ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. 2001 ഈ കോറി പാർക്കിൽ വലിയൊരു ഹൈഡ്രോ തെർമൽ ഇറപ്ഷൻ ഉണ്ടായി. ആ ഇറപ്ഷനിലുണ്ടായ മഡും റോക്സുമെല്ലാം ഒത്തിരി ഡാമേജ് ചുറ്റുമുള്ള കാസിലുണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ പാർക്കിലെ ഒരു നല്ലൊരു ലുക്ക് ഔട്ട് പോയിന്റ് ആണ് ഇത്. അങ്ങനെ കോറി പാർക്കിൽ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിക്കാനായിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അത്യാവശ്യം നല്ലൊരു ഡൈനിങ് സ്പേസ് ഉണ്ട് ഈ റെസ്റ്റോറൻറ്റിന്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു ചായ ഓർഡർ ചെയ്തു. കൂടെ പാൽ കപ്പയും മലബാർ ചിക്കൻ കറിയും കൂടെ ഓർഡർ ചെയ്തു. രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുകളായിരുന്നു. ബീഫ് കൊത്തു പൊറോട്ടയും നല്ല ടേസ്റ്റി ആയിരുന്നു. കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് അതും ഞങ്ങൾ ഓർഡർ ചെയ്തു. ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത് ബ്ലൂ സ്പ്രിങ്സിലേക്കാണ്. നമ്മൾ ഈ പോയേക്കുന്നത് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കാർ പാർക്കിംഗ് സ്പോട്ട്സ് എല്ലാം ഫുള്ളായതുകൊണ്ട് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടായിരുന്നു നടക്കുന്നത്. കാർ പാർക്കിംഗ് നിന്ന് നമുക്കൊരു 10 മിനിറ്റ് ഏകദേശം നടക്കാനുണ്ട്. ബ്ലൂ സ്പ്രിങ്സിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഫുൾ വാക്ക് ചെയ്യണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും വൺ വേ. ഭയങ്കര ഭംഗിയാണ് ഈ ബ്ലൂ സ്പ്രിങ്സ് കാണാനായിട്ട്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഈ പ്യൂറസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് 70% ഓഫ് ന്യൂസിലാൻഡിൽ ബോട്ടിൽഡ് വാട്ടറായിട്ട് കൊടുക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ വെള്ളത്തിന് ത്രൂ ഔട്ട് ഓൾ സീസൺസ്. ഈ ബ്ലൂ സ്പ്രിങ്സിൽ സ്വിമ്മിങ് പെർമിറ്റഡ് അല്ല. കുറച്ചും കൂടെ ഷെയ്ഡി ആയിട്ടുള്ള ഒരു ദിവസമാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ ആ ടർക്കോയിസ് കളർ കാണാൻ പറ്റും. ഞങ്ങൾ ബ്ലൂ സ്പ്രിങ്സിൻ്റെ ഫുൾ വാക്ക് ചെയ്തില്ല. കുറച്ച് ദൂരം പോയിട്ട് ഞങ്ങൾ തിരിച്ച് കാർ പാർക്കിലേക്ക് മടങ്ങി.